ഇരുട്ടത്ത് പതുങ്ങിയിരിക്കുന്ന വലിയൊരു അപകടം ഇന്ന് ഇന്ത്യയുടെ മുമ്പിലുണ്ട്. നമ്മൾ മലയാളികൾ അത് കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. കാരണം ഈ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത ഒരു അപകടാവസ്ഥയാണ്. കാരണം രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും മലയാള മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. അവർക്ക് പൈങ്കിളി മാത്രം മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. സ്വാഭാവികം, നമ്മുടെ ആരെയും കുറ്റമല്ലത്. ചിക്കൻ നെക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കോഴിക്കഴുത്ത്. ഇന്ത്യക്ക് ഒരു ചിക്കൻ നെക്ക് ഉണ്ട്. ആ ചിക്കൻ നെക്കിനെ പിടിച്ചൊന്ന് തിരിച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടാവും. പിന്നീട് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ രണ്ടാവും. ഇതിനെ സിലിഗുരി കോറിഡോർ എന്നും പറയും. ഇതിന് പിന്നീട് ചിക്കൻ നെക്ക് എന്ന് പേര് വീണത് ഇതിൻ്റെ അപകടാവസ്ഥ കാരണമാണ്. എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ ഈ ഏരിയയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെയും ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റപ്പെടും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഘുനാഥ് ചൈതന്യ. ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതും തന്ത്രപ്രധാനവുമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയുടെ ഒരു ഫുൾ മാപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ഈ മാപ്പിൽ വെസ്റ്റ് ബംഗാളിൻ്റെയും ബീഹാറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചുമന്ന ഡോട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിനെയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് തന്ത്രപ്രധാനമാകുന്നു, ഇതെന്തുകൊണ്ട് അപകടകരമാകുന്നു എന്നുള്ളത് അറിയാനായിട്ട് കുറച്ചും കൂടെ ക്ലോസപ്പിൽ നമുക്കൊരു പിക്ചർ കണ്ടു നോക്കാം. ഇവിടെ 21 to 22 കിലോമീറ്റർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, ഇതാണ് ഈ ചിക്കൻ നെക്ക്. ഈ ഒരു ഭാഗം അത്രയും മാത്രം വീതിയുള്ള 60 കിലോമീറ്ററോളം സ്ട്രെച്ചിൽ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഭാഗം ആണ് ഇന്ത്യയുടെ മെയിൻലാൻഡും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുമായിട്ടുള്ള ഏക കണക്ഷൻ. ഈ കോഴിക്കഴുത്ത് മുറിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് പൂർണ്ണമായിട്ടും 7 സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെടും. കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് മറ്റൊരു മാപ്പ് നിങ്ങളെ കാണിക്കാം. ഈ ചിക്കൻ നെക്കിൻ്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് നേപ്പാൾ, മറ്റൊരു രാജ്യം, മറ്റൊന്ന് ഭൂട്ടാൻ, വീണ്ടും മറ്റൊരു രാജ്യം, പിന്നൊന്ന് ബംഗ്ലാദേശ്, അതും മറ്റൊരു രാജ്യം. 3 വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ കിടക്കുന്ന 22 കിലോമീറ്റർ മാത്രം വീതിയിൽ ഏറ്റവും കുറഞ്ഞ ഇടത്ത് ഉള്ള 60 കിലോമീറ്റർ സ്ട്രെച്ചിൽ കിടക്കുന്ന ഈ ഒരു സ്ഥലം. ഇനി അതിനേക്കാളും വലിയ അപകടം, ഇവിടെ നിന്നും ചൈനയിലേക്ക് 130 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ ആ മഞ്ഞ ഭൂട്ടാൻ്റെയും നേപ്പാളിൻ്റെയും ഇടയ്ക്ക് കാണുന്ന മഞ്ഞ കളറിലുള്ള പ്രദേശമാണ് സിക്കിം. ആ സിക്കിം ഒരുപക്ഷെ ഇന്ത്യയോട് ചേർന്നില്ലായിരുന്നുവെങ്കിൽ ചൈന എന്നേ സിക്കിമിനെ കൈക്കലാക്കിയിട്ട് ഈ ചിക്കൻ നെക്കും കൈക്കലാക്കിയേനെ പണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം. ഡോക്ലാമിന് ചൈനയ്ക്ക് താല്പര്യം വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. ഡോക്ലാം സംഘർഷമെല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചൈന എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിഭയങ്കരമായിട്ടുള്ള റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നു, ഒരുപാട് ബിൽഡിങ്സ് പണിയുന്നു, ഒരുപാട് ആളുകളെ അവിടെ കൊണ്ടുവന്ന് ഈ ബോർഡറിൽ കൊണ്ടുവന്ന് ചൈനയുടെ സ്ഥലത്ത് തന്നെയാണ് താമസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് ഈ ചിക്കൻ നെക്കിനെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് മുഴുവൻ അവർക്ക് സ്വന്തമാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരേ ഒരു തടസ്സം ഭൂട്ടാനാണ്. അങ്ങനെയാണ് ഭൂട്ടാനിലെ പ്രദേശമാണ് ഡോക്ലാം. അങ്ങനെ ഡോക്ലാം കൈയേറാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യൻ ആർമി അവിടെ ചെന്നതും ഖാദക് കമാൻഡോസ് അവിടെ ചെന്നതും ആ ഒരു സംഘർഷം ഒഴിവാക്കി ചൈനയെ പിന്നോട്ട് തള്ളിയതും. പക്ഷേ ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് വെറും 22 കിലോമീറ്റർ വീതിയുള്ള ഒരു സ്ഥലമല്ലാതെ ഇത് വളരെ വലിയൊരു പ്രദേശമാക്കി എടുക്കാനായിട്ട് നമുക്ക് 2 അവസരങ്ങളുണ്ടായിരുന്നു. നമ്മളത് കളഞ്ഞു. 1947 പാർട്ടീഷൻ നടന്ന സമയത്ത്. രണ്ടാമത്തെ അവസരമായിരുന്നു 1971. 1971 മുമ്പ് അത് പാകിസ്ഥാനായിരുന്നു, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അങ്ങനെ ആ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും ലിബറേറ്റ് ചെയ്തത് ഇന്ത്യൻ മിലിറ്ററിയാണ്. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സുമായിട്ട് പാകിസ്ഥാനുമായിട്ട് ഒരു ഘോര യുദ്ധം ഉണ്ടാക്കി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിച്ച് നമ്മൾ ആ ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. ആ രാഷ്ട്രത്തെ പൂർണ്ണമായിട്ട് യുദ്ധം ചെയ്യിച്ച് സ്വതന്ത്രമാക്കിയപ്പോൾ സത്യത്തിൽ ആ പ്രദേശം മുഴുവൻ നമ്മുടെയായിരുന്നു. പക്ഷേ നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ആ പ്രദേശത്തിലെ ഈ പറഞ്ഞ അപകടകരമായ സ്ഥലം നമുക്ക് കയ്യിലെടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തിനീ നല്ല പിള്ള കളിക്കാൻ പോയത്? അതുകൊണ്ട് ഇന്നത്തെ തലമുറ കൈയും കാലുമായിട്ട് അടിക്കുന്നു. ഭാവിയിലും ഇത് നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും. ശരി, നടന്നില്ല, അത് പോട്ടെ. അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? ഒരു പക്ഷേ ചൈന കയറി ആക്രമിച്ച് ഈ ചിക്കൻ നെക്ക് സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അവിടെ ആളുകളുടെയും സാധനങ്ങളും ആയുധങ്ങളും എല്ലാം എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും അവിടെ ബ്ലോക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു? മറ്റൊരു പാത നിർമ്മിക്കുക. ഏതിലെ? ബംഗ്ലാദേശിൽ കൂടെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് നിർമ്മിക്കുക. റെയിലായാലും റോഡായാലും ഒരു ഓൾട്ടർനേറ്റ് പാതകൾ നിർമ്മിക്കുക. അതിനെ നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആ ചിക്കൻ നെക്കിൻ്റെ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററിയും BSFും ആസാം റൈഫിൾസുമാണ്. അതുകൂടാതെ വെസ്റ്റ് ബംഗാൾ പോലീസും ഉണ്ട്. കാരണം വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമല്ല ഈ സിലിഗുരി എന്ന് പറയുന്നതും ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. പക്ഷേ വെസ്റ്റ് ബംഗാൾ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. NRC നടപ്പാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസാമിൽ വലിയ പ്രശ്നവും കോലാഹലവും ഉണ്ടായപ്പോൾ പറഞ്ഞു, NRCയിൽ ഭയപ്പെടുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും ആസാമിൽ നിങ്ങൾക്ക് ബംഗാളിലേക്ക് വരാം, ഇവിടെ നിങ്ങൾക്ക് അഭയം തരാമെന്ന് പറഞ്ഞ് അന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ബംഗാളിൽ കൊണ്ടുപോയി കുടിയിരുത്തിയത്.
1970 മുതൽ വളരെ ഭീകരമായ അളവിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ നുഴഞ്ഞു കയറ്റക്കാർ മുഴുവൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ബംഗാൾ, ആസാം, അതിൽ സിക്കിം എന്നുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും അവരുടെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ഈ ചിക്കൻ നെക്കിലുമാണ്. 54 വർഷമായിട്ട് ഈ നുഴഞ്ഞുകയറ്റം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. 1995 ഞാൻ ബംഗാളിലുണ്ടായിരുന്നു, കൽക്കട്ടയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അന്ന് അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, ഇത്രയധികം ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് നിങ്ങൾ അവർക്ക് എല്ലാ ഐഡൻറ്റിറ്റിയും കൊടുത്ത് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇവർ ആയുധമെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് ആദ്യം ഒരു റേഷൻ കാർഡ് കൊടുക്കും. അപ്പോൾ റേഷൻ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആധാർ വന്നപ്പോൾ അവർക്ക് ആധാറായി, പാൻ കാർഡ് വന്നപ്പോൾ പാൻ കാർഡായി, ബാങ്ക് അക്കൗണ്ട് വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ടായി. അങ്ങനെ ഇവിടുത്തെ പൗരത്വം കാണിക്കുന്ന സകല രേഖകളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ 54 വർഷമോ അതിന് കൂടുതലായിട്ടുമോ ഇന്ത്യൻ മിലിറ്ററിയിലും ഇവർക്ക് സജീവ സാന്നിധ്യമുണ്ട്. കാരണം ഇവർ മറ്റുള്ള പൗരന്മാരെ പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അവർക്ക് സൈന്യത്തിലും കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ സൈന്യത്തിലും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇറാൻ മുഴുവൻ ഇസ്രായേലി ചാരന്മാരാണെന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യത്തിൽ കയറി കൂടിയിട്ടുള്ള ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയോട് എന്തെങ്കിലും കൂറുണ്ടാവും. അവർ ബംഗ്ലാദേശിനോ പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇന്ത്യ വളരെ സുന്ദരമായിട്ട് ഒറ്റിക്കൊടുക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് NRC എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സർക്കാർ നടപ്പിലാക്കാൻ കൊണ്ടുവന്നത്. അതായത് 1970 ശേഷം അല്ലെങ്കിൽ 71 ശേഷം ഇന്ത്യയിലേക്ക് കയറിയവരെല്ലാം പുറത്തേക്ക് പോകണം. അപ്പോൾ നിങ്ങളുടെ ആൻസെസ്ട്രൽ പൗരത്വത്തിൻ്റെ രേഖകളെല്ലാം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, കാരണം ഈ ചിക്കൻ നെക്കിനെ അടക്കം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമായിരുന്നു, ഭാരതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമായിരുന്നു. തിരിച്ചു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൻറ്റി ഇന്ത്യ ഫോഴ്സസ് മുഴുവൻ തെരുവിലിറങ്ങി സമരം ചെയ്തു, അതിനെ എതിർത്തു. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിക്കാതെ അതിനെ എതിർത്ത് അതിനെ ഏതാണ്ട് ഇല്ലാണ്ടെയാക്കി. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചൈനയുടെ അഗ്രഷൻ നമുക്കൊരു വിഷയമല്ല. കാരണം ഇന്ത്യൻ മിലിറ്ററി അത്രയും ശക്തമായിട്ട് അവിടെ പ്രതിരോധത്തിലുണ്ട്. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ഏറ്റവും ആധുനികമായ റഷ്യയുടെ സിസ്റ്റം, റഫാലിൻ്റെ ഒരു സ്ക്വാഡ്രൻ തന്നെ, സുഖോയ് 30ൻ്റെ വലിയ സ്ക്വാഡ്രൻസ്, അതുപോലെ ബ്രഹ്മോസ് മിസൈലുകൾ, അങ്ങനെയുള്ള ആയുധ പുരകൾ തന്നെ അവിടെയുണ്ട്. അപ്പോൾ ചൈനയുടെ അഗ്രഷൻ നമുക്കൊരു വിഷയമല്ല. പക്ഷേ ഒരു ഇൻറ്റേർണൽ പ്രശ്നമാണെങ്കിൽ ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കി ഇതിനെ മുറിച്ച് മാറ്റാൻ, കാരണം അതിനെ ശബ്ദം എടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ബംഗ്ലാദേശികളും ഈ റോഹിംഗ്യകളും ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ തീവ്ര മതചിന്തയുള്ള തീവ്രവാദികൾ. ഇവരാണല്ലോ ഇത് ശബ്ദം എടുത്തിരിക്കുന്നതിനെ മുറിച്ച് മാറ്റുമെന്ന്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശിനെ പഴിക്കാൻ പറ്റില്ല, ബംഗ്ലാദേശിനെ ആക്രമിച്ച് അവരുടെ സ്ഥലം കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം ക്രീമിയയെ റഷ്യ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടായ ഉപരോധം ഇതുവരെ മാറിയിട്ടില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു ഉപരോധമൊന്നും, അന്താരാഷ്ട്ര ഉപരോധമൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പം ബംഗ്ലാദേശിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കുറച്ച് സ്ഥലം എടുക്കുക എന്ന് പറയുന്ന ഒരു പരിഹാരമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഇവരെ മുഴുവൻ അടിച്ചമർത്തേണ്ടി വരും. ഇവരെ മുഴുവൻ അടിച്ചമർത്തി കഴിയുമ്പോൾ അല്ലെ കൊല്ലേണ്ടി വരും. ചൈന പണ്ട് ടിയാൻമെൻ സ്ക്വയറിൽ ചെയ്തതുപോലെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, പിന്നെന്തോന്നോ മനുഷ്യാവകാശം, കുന്തം കുടച്ചക്രമെന്നും പറഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ ഇവർ കത്തിക്കും. നമ്മൾ കണ്ടിട്ട് പല പ്രാവശ്യം ഇവരുടെ സ്വഭാവം, കർഷക സമരം, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഭീകരാന്തരീക്ഷം ഈ രാജ്യം മുഴുവൻ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഇവരിതിനെ മുറിച്ചു മാറ്റും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മറ്റൊന്നുമല്ല, NRC വളരെ ശക്തമായിട്ട് നടപ്പിലാക്കുക. 70 ശേഷം വന്നിട്ടുള്ള സകല കുടുംബങ്ങളെ, അത് എത്ര 90 വയസ്സുള്ളവനായാലും 80 വയസ്സുള്ളവനും കുട്ടിയായാലും എല്ലാത്തിനും ഇവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയുക. ഇന്ത്യയുടെ സുരക്ഷിതത്തിന് ഇത് ആവശ്യമാണ്. അതിൻ്റെ പേരിൽ എന്ത് കലാപം ഉണ്ടായാലും അടിച്ചമർത്തുക, വെടിവെക്കേണ്ടവനെ വെടിവെക്കണം, കൊല്ലേണ്ടവനെ കൊന്നുകളയണം. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് വലുത്, ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഈ ഉത്തരഭാഗം, ഈ സിലിഗുരി അടങ്ങുന്ന ഒരു നോർത്തേൺ ഭാഗത്തിന് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ ബംഗാൾ പോലീസിന് അവിടെ എൻട്രി ഇല്ലാതെയാവും, അവരുടെ ഇടപെടലുകൾ ഇല്ലാതെയാവും. പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ വരും. ആ നിയന്ത്രണത്തിൽ വരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ NRC ശക്തമായിട്ട് നടപ്പിലാക്കുക. അത് അവിടെ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുക. അതിനുവേണ്ടി എന്ത് കോലാഹലം ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും അത് സാരമില്ലെന്ന് നോക്കണം. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. ഇൻ്റർനാഷണൽ പ്രഷർ വന്നോട്ടെ. ഒരു പക്ഷേ അടുത്ത ഇലക്ഷൻ ഏതെങ്കിലും പാർട്ടി ജയിച്ചോട്ടെ തോറ്റോട്ടെ, വിഷയമല്ല. പക്ഷേ ഇത് എന്നത്തേക്കുമായിട്ട് ഇന്ത്യക്ക് വലിയൊരു കൊണ്ടിയായിട്ട്, വലിയൊരു പാരയായിട്ട് കിടക്കുന്ന ഒരു പ്രശ്നം പരിഹരിച്ച് മതിയാവൂ. എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടണം. അതിനുവേണ്ട സകല സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന്, ഓരോ പൗരൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് മിലിറ്ററിയുടെ മാത്രം ജോലിയല്ല. ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്, ഓരോ പൗരൻ്റെയും ജോലിയാണ്. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. ഈ ഉത്തരേന്ത്യക്കാർ, ബംഗാളികളെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്ന ആളുകളിൽ ഒരു 30% മുതൽ 40% വരെ രോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എങ്ങനെയെങ്കിലും നമുക്കൊരു ക്ലൂ കിട്ടുകയാണെങ്കിൽ അത് വേണ്ട ഏജൻസികളെ അറിയിച്ചിട്ട് അതിനു വേണ്ട നടപടികൾ എടുക്കാനായിട്ട് നമ്മൾ മുൻകൈയെടുത്ത് മുന്നിൽ നിന്ന് ഈ രാജ്യത്തിനെ സുരക്ഷമാക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. കാരണം നമ്മുടെ രാജ്യമാണ്, ഇതിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്.
ഇത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്.